2025 മറ്റൊരു 50 കോടി ചിത്രമായിട്ട് മാറാൻ വേണ്ടി സന്ദീപ് പ്രദീപ് ചിത്രം എക്കോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കിഷ്കിന്ദ കാണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് അയ്യത്താൻ അടിച്ചെടുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള എക്കോ എന്ന് പറയുന്ന സിനിമയുടെ 24 ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട്, 23 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. യുവതാരങ്ങളിൽ ശ്രദ്ധേയനായിട്ട് മാറിയ സന്ദീപ് പ്രദീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് അയ്യത്താൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു എക്കോ എന്ന് പറയുന്ന സിനിമ. സന്ദീപിനോടൊപ്പം തന്നെ സീനിയർ താരങ്ങളെല്ലാം തന്നെ അണിയിരുന്നിട്ടുണ്ടായിരുന്നു. വിനീത്, ബിനു പപ്പു, അശോകൻ, നരേൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു സക്സസ് ആയിട്ട് മാറുകയാണ്. ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 23 ദിവസവും 4 ആഴ്ച കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു മികച്ച ബുക്കിംഗ് സ്വന്തമാക്കാനും മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു. ചിത്രത്തിൽ ഇന്നലെ മാത്രം ഏകദേശം 28 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ചിത്രത്തിന്റെ 23 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 23 കോടി 62 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട ആദ്യ 23 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 45 കോടി 91 ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 20-30 ലക്ഷത്തിനിടയ്ക്കുള്ള ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിൽ തുടർച്ചയായിട്ടുള്ള 4 ആഴ്ച ട്രെൻഡിങ്ങിൽ തന്നെ ബുക്ക് മൈ ഷോയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വിജയം ചിത്രം 50 കോടി പിന്നിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. അടുത്ത ആഴ്ച ബൊബ്ബ ഇറങ്ങുമ്പോൾ മികച്ച ഒരു അഭിപ്രായം ബൊബ്ബയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ ക്രിസ്മസ് വരെ മികച്ചൊരു ഹോൾഡ് നിലനിർത്താൻ എക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ. അപ്പോൾ എക്കോ എന്ന് പറയുന്ന സിനിമ 50 കോടി ക്ലബ്ബിൽ ഇടം നേടുമോ ഇല്ലെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.